നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആരോഗ്യവും വിദ്യാഭ്യാസവും സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളും അതിന്റെ മന്ത്രിമാരെയും നോക്കിയാൽ യാതൊരു ഗുണവുമില്ലാത്ത രണ്ട് മന്ത്രിമാർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുണ്ട്. ആരോഗ്യരംഗത്തെ മന്ത്രിയാണെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ജേർണലിസ്റ്റ് എന്ന് പറയപ്പെട്ട ഒരു ആങ്കർ ആയിരുന്നു. വലിയ ആങ്കർ എന്ന രീതിയിൽ പേരുകേട്ട ആങ്കർ. പക്ഷേ ഒരിക്കലും ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കാത്ത ആങ്കർ. രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പണിയും ചെയ്യാതെ സഭയുടെ പിൻബലത്തിൽ മാത്രം ഒരു MLA ആവുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്ത ഒരാൾ. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനോ എവിടെയെങ്കിലും പ്രാക്ടിക്കലായി ഒരു തീരുമാനമെടുക്കാനോ കഴിയില്ല. സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം കാത്തു സൂക്ഷിച്ച് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് മന്ത്രിയാണ് എന്ന ലേബലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നല്ലാതെ ആരോഗ്യരംഗം എങ്ങനെയൊക്കെയോ കഴിഞ്ഞ 5 വർഷമായി അങ്ങ് കഴിഞ്ഞു പോകുന്നു. അതിന്റെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുകയാണ്. സഭയിലാണെങ്കിൽ മിണ്ടാത്ത ആരോഗ്യമന്ത്രി ഉത്തരം മുട്ടി നിൽക്കുകയാണ്. നമ്പർ 1 കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് കത്രിക, ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സംസ്ഥാനത്തിലെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഒരു അക്ഷരം പോലും ആരും മിണ്ടുന്നില്ല. ചരിത്രത്തിലാദ്യമായാണ് ഒരു ആരോഗ്യവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥനായ ഒരു ഡോക്ടർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, തനിക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല എന്നും അവിടെ ഉപകരണങ്ങൾ പലതും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കൂ, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും പിണറായി വിജയൻ മയോ ക്ലിനിക്കിലേക്കാണ് ചികിത്സ തേടി പോകുന്നത്. പിണറായി വിജയനും മയോ ക്ലിനിക്കും ഇവിടെയുള്ളവർക്ക് വർക്ക്ഷോപ്പുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കത്രിക വയറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ മൂല്യച്യുതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവമുണ്ട് എന്നാണ് കേരളത്തിലെ സർക്കാർ അവകാശപ്പെടുന്നത്. എന്തായിരുന്നു വിപ്ലവമെന്ന് നമുക്കറിയുന്ന കാര്യവുമാണ്. ആരോഗ്യരംഗത്തെ വിപ്ലവമൊന്നും CPMന്റെ സൃഷ്ടിയല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം. ഏതായാലും പലപ്പോഴും ആരോഗ്യരംഗത്തെ ഓരോ കാര്യങ്ങളും ചർച്ചാ വിഷയമാവുകയാണ്. അതായത് സംസ്ഥാനത്തെ ആശുപത്രികളുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ആരോഗ്യമന്ത്രി. 15ാം കേരള നിയമസഭയുടെ 14-15 സെഷനുകളിൽ വിവിധ MLAമാർ ഉന്നയിച്ച മിക്കവാറും നിർണായകമായ ചോദ്യങ്ങളെല്ലാം ഉത്തരമില്ലാത്തവയായി തുടരുകയാണ്. ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ഹൃദ്യം, സുഹൃതം തുടങ്ങിയ സൗജന്യ ആരോഗ്യ പദ്ധതികളിൽ സർക്കാർ വിവിധ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയാണെന്ന ചോദ്യത്തിന് MLAയുടെ ഉത്തരം വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്നതായിരുന്നു. കുടിശ്ശിക മൂലം പല ആശുപത്രികളിലും ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഹൃദയ ശസ്ത്രക്രിയകളെല്ലാം പ്രതിസന്ധിയിൽ തന്നെയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയാണെന്ന് ചോദിച്ച ചോദ്യത്തിനും, അത് PC വിഷ്ണുനാഥാണ് ചോദിച്ചത്, അതിനും മറുപടിയില്ല. ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നതും ഡോക്ടർമാർ രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും പണം പിരിച്ച് ഉപകരണം വാങ്ങുന്നതും ഒക്കെ സഭയിൽ ചോദ്യങ്ങളായി ഉയർന്നു. പക്ഷേ അതിനും ഉത്തരമില്ല. ചികിത്സാ പിഴവുകളും മരണങ്ങളെയും സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് മൂലം മരിച്ചവരുടെ എണ്ണമോ ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ എടുത്ത നടപടിയോ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. പമ്പയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മുറിവിൽ ബ്ലേഡ് വെച്ച് തുന്നിക്കെട്ടി എന്ന ഗുരുതരമായ ആരോപണത്തിനും മറുപടി തേടി MLAമാർ രംഗത്ത് വന്നു. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. പിന്നീട് പല പകർച്ചവ്യാധികളും ഇപ്പോൾ വരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങളോ ഇതുമൂലം മരിച്ചവരുടെ ഒന്നും കണക്കുകളും കേരളത്തിലെ സർക്കാരിന്റെ കയ്യിലില്ല, MLAയുടെ കയ്യിലില്ല. MLAമാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ മന്ത്രിക്കുമാകുന്നില്ല. നിയമസഭയിൽ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു വീണ ജോർജ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ടായ പിഴവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിന്റെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും സീറ്റിന് വേണ്ടി സഭാപിതാക്കന്മാരെ കൊണ്ടുപോയി വിഴിഞ്ഞം കാണിക്കാൻ എന്ന പേരിൽ തിരുവനന്തപുരത്ത് എത്തിച്ച വലിയ വിരുന്നു സൽക്കാരമൊക്കെ വീണ മന്ത്രി നടത്തിക്കഴിഞ്ഞു. പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടുമോ, അടുത്ത MLA ആയി തുടരാനാകുമോ എന്ന ആശങ്കകൾക്കിടെയാണ് ഇനിയൊരു മന്ത്രിസഭയുണ്ടായാൽ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ചാൻസ് പോലും നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് വീണ്ടും പുതിയ തന്ത്രവുമായി മന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ആരോഗ്യരംഗത്തെ ഓരോ വിഷയങ്ങളും ചർച്ചയാകുമ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാത്ത സർക്കാരായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തവും കൃത്യവുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.